Namaskaram. Welcome to Geeta's Bhakti Geetam, one day one slogam, Srimad Mahabhagavatam, 948th day. Today, 31st sloka of Pradhamaskandam, 11th chapter. For details, please see the description box. Geeta's Bhakti Geetam, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവതം 948 ദിവസം, പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. പത്ന്യപതി പ്രോഷ്യ ഗൃഹാനുപാദം വിലോക്യ സംജാതമനോമഹോത്സവാഃ ഉത്തസ്തുരാരാത് സഹസാസനാശയാത് സാഗം ഹൃദയവ്രീഡിതലോചനാനന. ഓം തത്സത്. പത്ന്യപതിം പ്രോഷ്യ ഗൃഹാനുപാഗതം വിലോക്യ സംജാതമനോമഹോത്സവാഃ ഉത്തസ്തുരാരാത് സഹസാസനാശയാത് സാഗം ഹൃദയവ്രീഡിതലോചനാനന. ഓം തത്സത്. പദം പിരിക്കേണ്ടത് പത്ന്യ പതിം പ്രോഷ്യ ഗൃഹ അനുപാദം ഗൃഹാൻ ഉപാഗതം. ഓം ശ്രീകൃഷ്ണായ നമഃ. പത്ന്യ പതിം പ്രോഷ്യ ഗൃഹാൻ ഉപാഗതം വിലോക്യ സംജാത മനോമഹോത്സവ ഉത്തസ്തു ആരാത് സഹസാസനാശയാത് സാഗം ഹൃദയ വ്രീഡിത ലോചനാനന. അതായത് പത്നികൾ പ്രോഷ്യ ദൂരദേശത്ത് വസിച്ചിട്ട് ഗൃഹാൻ ഭവനങ്ങളെ ഉപാഗതം പ്രാപിച്ചിരിക്കുന്ന പതി ഭർത്താവിനെ ആരാത് ദൂരത്തിൽ ഉത്തസ്തു ആരാത് അതായത് ദൂരത്തിൽ വിലോക്യ കണ്ടിട്ട് സംജാത മനോമഹോത്സവ മനസ്സിൽ ഉണ്ടായ മഹോത്സവത്തോട് കൂടിയവരും വ്രീഡിത ലോചനാനന ലജ്ജയോടുകൂടിയ കണ്ണുകളോടും മുഖങ്ങളോടും കൂടിയവരുമായിട്ട് ഹൃദയസാഗം വ്രതങ്ങളോടുകൂടെ ആസനാശയാത് ആസനങ്ങളിൽ നിന്നും അതായത് അന്ധകരണത്തിൽ നിന്നും സഹസ പെട്ടെന്ന് ഉത്തസ്തു ഉത്ഥാനം ചെയ്തു എഴുന്നേറ്റു. അതായത് വളരെ നാളായിട്ട് ഭഗവാൻ ഇവിടെ ഹസ്തിനപുരത്തിൽ പോയി തിരിച്ചു വരികയാണ്. അപ്പോൾ ദൂരത്തിൽ തന്നെ ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാന്റെ ഭാര്യമാർ അന്യദേശങ്ങളിൽ നിന്നും സഞ്ചാരം ചെയ്ത് മടങ്ങി സ്വരാജധാനിക്ക് സമീപം വന്നുചേരുന്ന ഭർത്താവിനെ ദൂരത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വളരെയേറെ സന്തോഷം അധികരിച്ച ഉത്സവത്തോടും നേത്രങ്ങളിലും മുഖങ്ങളിലുമൊക്കെ സ്പഷ്ടമായി പ്രകാശിച്ച ലജ്ജയോടും കൂടെ അവരവർ ഇരുന്ന ആസനങ്ങളിൽ നിന്നും അവരവരുടെ അന്ധകരണ അതായത് ചിന്തകളിൽ നിന്നും ഒക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് വ്രതങ്ങളോടുകൂടെ ശ്രീകൃഷ്ണ ഭഗവാനെ നേരെ നോക്കാതെ കടക്കണ്ണുകൾ കൊണ്ട് നോക്കി മുഖങ്ങളെ നേരെ ഉയർത്താതെ കീഴ്നോക്കി നിന്നു എന്ന് കാണിക്കാനാണ് ലജ്ജ കണ്ണുകളിലും മുഖങ്ങളിലും പ്രകാശിച്ചു എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണനോട് ചേരുന്നത് അന്ധകരണം കൂടെ മറവാണെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നും അവർ എഴുന്നേറ്റു എന്ന് പറഞ്ഞതിനാൽ അത് ഭഗവാനോടുള്ള അവരുടെ അതീതമായ അന്ധകരണം നമ്മുടെ ഉൾമനസ്സ് അതിൽ നിന്ന് പോലും അവർ എഴുന്നേറ്റ് ഭഗവാനോട് പൂർണ്ണമായി ലയിച്ചു. അതിനുവേണ്ടി അവർ തൻ്റെ മനസ്സുകളിൽ
ഉണ്ടായിരുന്ന എല്ലാ മറ്റുള്ള ചിന്തകളും അകറ്റി വ്രതത്തോടുകൂടി ആ ഭഗവാനെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറായി നിന്നു എന്നാണ് പറയുന്നത്. അവർ ഭഗവാൻ വീട്ടിലില്ലാത്തപ്പോൾ എപ്പോഴും വ്രതത്തോടു കൂടിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വ്രതങ്ങളോടുകൂടി എഴുന്നേറ്റിരുന്നു എന്ന് പറയുകയാണ്. എഴുന്നേറ്റ് ആ ഭഗവാനെ സ്വീകരിക്കുവാൻ ദൂരത്ത് കണ്ടപ്പോൾ തന്നെ സ്വീകരിക്കുവാൻ വേണ്ടി ഇവിടെ ഇവർ എഴുന്നേറ്റ് നിന്നു. സഹസാ പെട്ടെന്ന് എഴുന്നേറ്റ് ദൂരത്ത് കണ്ട ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്ന് ഭഗവാനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പത്ന്യപതിം പ്രോഷ്യ ഗൃഹാനുപാഗതം വിലോക്യ സംജാത മനോമഹോത്സവ ഉത്തസ്തുരാരാത് സഹസാസനാശയാത് സാഗം ഹൃദൈർവീഡിതലോചനാനനാഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.